ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് HSST ഹിസ്റ്ററിയിലെ ആനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയെ കുറിച്ച് പഠിക്കാം. 20-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് ചരിത്രകാരന്മാർ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ആനൽസ് ഡി ഹിസ്റ്റോറിക്കെ എക്കോണമിക്കു എറ്റ് സോഷ്യലെ എന്ന ജേണലിൽ നിന്നാണ് ആനൽസ് എന്ന പേരുണ്ടായത്. 1929 ഇത് സ്ഥാപിതമായി. ഈ ജേണലിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ലൂസിയൻ ഫബ്ബറും മാർക്ക് ബ്ലോക്കുമാണ്. ആനൽസ് ഹിസ്റ്റോറിയോഗ്രാഫിയിലെ മറ്റു പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഫെർണാണ്ട് ബ്രൗഡൽ, റോബർട്ട് മൺറോ, ജാക്യൂസ് ലീഗോഫ്, ഇമ്മാനുവൽ ലെ റോയ് ലതൂരി. ഈ കാലഘട്ടത്തിലെ പ്രധാന പ്രവണതകളെല്ലാം അതിൽ പ്രതിഫലിച്ചു. ചരിത്രത്തെ സമഗ്ര രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചു. മാർക്ക് ബ്ലോക്ക് സമൂഹത്തിന്റെ ആഴത്തിലുള്ള ഘടനയെക്കുറിച്ച് പഠിച്ചു. ലൂസിയൻ ഫെബർ ഭൂമിശാസ്ത്രവും ചരിത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സ്ഥാപിച്ചു. സോഷ്യോ കൾച്ചറൽ, എക്കോണമിക് ആൻഡ് പൊളിറ്റിക്കൽ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇവര് ചരിത്രം പഠിച്ചത്. അതുപോലെ തന്നെ സമഗ്ര ചരിത്രം, ടോട്ടൽ ഹിസ്റ്ററിയെ ആണ് ഇവര് പഠിക്കാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ദീർഘകാലം, ലോങ് ഡ്യൂറേഷനിലുള്ള ഒരു പഠനത്തെയാണ് ഇവര് മുൻഗണന കൊടുത്തത്. അതേപോലെ തന്നെ താഴെത്തട്ടിലെ ചരിത്രം, രാജാക്കന്മാരുടെ കഥകൾക്ക് പകരം സാധാരണക്കാരുടെ ജീവിതം ചരിത്രത്തിന്റെ ഭാഗമായി. സാമൂഹിക പ്രക്രിയകൾക്കാണ്, സോഷ്യൽ പ്രോസസ്സിനാണ് ഇവർ കൂടുതൽ പ്രാധാന്യം നൽകിയത്. ചരിത്രം എന്നത് ഭൂതകാല സാമൂഹ്യശാസ്ത്രമാണ് എന്ന് ഇവർ പറയുന്നു. അതുപോലെ തന്നെ ഫെർണാണ്ട് ബ്രൗഡലിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആനൽസ് സ്കൂളിന്റെ രണ്ടാം ഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ ചരിത്രകാരനാണ് ഫെർണാണ്ട് ബ്രൗഡൽ എന്ന് പറയുന്നത്. പ്രധാന കൃതി ദ മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ്. ഭൗതിക സാഹചര്യങ്ങൾ മനുഷ്യജീവിതത്തെ എങ്ങനെ മാറ്റുന്നു എന്ന് ഇദ്ദേഹം വിവരിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രകാരനാണ് മാർക്ക് ബ്ലോക്ക്. 1944 നാസികൾ ഇദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. അദ്ദേഹം ഒരു വീരരക്തസാക്ഷിയാണ്. പ്രധാനപ്പെട്ട കൃതിയാണ് ദ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ്, അതായത് ചരിത്രകാരന്റെ പണിപ്പുര എന്നുള്ളത്. മാർക്ക് ബ്ലോക്ക് 1929 to 1944 വരെ ആനൽസ് ജേണൽ എഡിറ്റർ ആയിരുന്നു. ദ റോയൽ ടച്ച്, ദ ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി, ദ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്നിവയൊക്കെ ഇവരുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. ആരുടെ? മാർക്ക് ബ്ലോക്കിന്റെ. ആനൽസിന്റെ ഈ ലോങ് ഡ്യൂറേഷൻ എന്ന ടേം ബ്രൗഡലിന്റെ ആണ് കേട്ടോ. അപ്പൊ ബൈ.